ആൾക്കാർ വരെ സിഗരറ്റ് വലിക്കാൻ എന്ത് സ്ട്രെസ്സാണ് സ്ട്രെസ്. ഇന്ന് ചെറിയ പയ്യന്മാർ മുതൽ വലിയ ആൾക്കാർ വരെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നുന്നു. അതെ, എൻ്റെ അനിയന്മാരുടെ പ്രായം തൊട്ടിട്ട് എൻ്റെ വാപ്പാടെ പ്രായമുള്ള ആൾക്കാർ വരെ സിഗരറ്റ് വലിക്കുകയാണ്. എന്ത് സ്ട്രെസ്സാണ് സ്ട്രെസ്. പൈസ ഉള്ളവർക്കും സ്ട്രെസ്, പൈസ ഇല്ലാത്തവർക്കും സ്ട്രെസ്. പൈസ ഉള്ളവർക്ക് എന്തിന്റെ സ്ട്രെസ്സാണ്? സമാധാനം നമുക്ക് പൈസ കൊടുത്താൽ മേടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തെളിവാണ് ഈ സിഗരറ്റ് വലി. നമ്മുടെ ഹെൽത്ത്, നമ്മൾ വിചാരിക്കും നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ നമ്മളുടെ ഹെൽത്ത് മാത്രമാണ് കേടാവുന്നത്. അല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരെയും ഇത് ബാധിക്കുന്നുണ്ട്. ഇന്ന് പയ്യന്മാര് മുതൽ ഞാൻ അവരുടെ അടുത്ത് എൻ്റെ കൂടെയുള്ള കുട്ടികളോട് ഞാൻ കാണുമ്പോൾ പറയാറുണ്ട്, മക്കളെ നിങ്ങളിത് ചെയ്യരുതെന്ന്. അതെ, നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഇതിനൊക്കെ കാരണം. നമുക്ക് തിരക്ക് പിടിച്ച ജീവിതമാണ്, ടെൻഷനാണ്. ഇതിൻ്റെ ഇടയിൽ പൈസ എത്ര ഉണ്ടായാലും നമുക്ക് കിട്ടാത്തൊരു സാധനം സമാധാനമാണ്. നമ്മുടെ ഫാമിലിയും ഇതിനെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കളായിട്ട് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സമയമില്ല, നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സമയമില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ദമാക് ഐലൻഡിലൊക്കെ നമ്മൾ ടൗൺ ഹൗസ് എടുത്ത ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കുറേ സ്ട്രെസ്സാണ്, ഞങ്ങളുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ അവർക്കെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുപോലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ടൗൺ ഹൗസിലേട്ടൊക്കെ മാറുന്നത്. ഇതുപോലുള്ള ടൗൺ ഹൗസ് സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഫാമിലിനെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മുന്നിലുള്ള ഇത്രയും നല്ലൊരു ഓപ്ഷൻ ദമാക് ഐലൻഡ് അല്ലാണ്ട് ഒന്നുമില്ല. അത് ഇനി വരാൻ പോകുന്ന ഈ ഫേസ് നിങ്ങളുടെ ഫാമിലിയുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റാൻ പോകുന്നതാണ്. മക്കളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റാൻ പോകുന്നത്. അവരുടെ കുട്ടിക്കാലം മെമ്മറബിൾ ആക്കി നിങ്ങളുടെ ലൈഫ് ഒരു മെമ്മറി ആക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഐലൻഡ് ഡ്രീമിലാണ് വരുന്നത്. ഇതിലൊരു ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ സ്ട്രെസ്സിന് സിഗരറ്റ് ഒരിക്കലും ഒരു പരിഹാരമല്ല. അത് നിങ്ങളുടെ മനസ്സിൽ എന്നും കുറിച്ചിടുക. ഇത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിനെയും കൂടി ബാധിക്കുന്നുണ്ട്.